ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷനിൽ നിങ്ങളുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്തിരുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് ഇക്വേഷൻ ബുക്ക്. ഇക്വേഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫിസിക്സിലെയും ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ഇക്വേഷൻസും ഫോർമുലാസും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്കാണ്. ഇഫ് നിങ്ങൾ ഓൾറെഡി ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഡെയിലി കുറച്ച് സമയം ഇക്വേഷൻ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കണം. ഇനി നിങ്ങൾ ഇതുവരെ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഞാനും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയത്. പക്ഷെ വൺസ് ഐ പ്രിപ്പയർ ദിസ് ബുക്ക് ഞാൻ ഇന്നും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിരുന്നു. അതെന്റെ ഫൈനൽ നീറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഫിസിക്സിൽ ഒരു ചാപ്റ്റർ എടുത്തു എന്ന് വിചാരിക്കുക. അതിൽ NCERT ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് നോട്ട്സും തുറന്നു വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും വളരെ വൃത്തിയിൽ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് പഠിക്കാൻ തോന്നുന്ന തരത്തിൽ നല്ല വൃത്തിക്ക് ഓരോ ഇക്വേഷൻസും ഓരോ ഫോർമുലാസും നിങ്ങൾ എഴുതി വെക്കുക. ഇനി ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺസെപ്റ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേഗം ഇക്വേഷൻസിൽ എത്താനുള്ള എന്തെങ്കിലും ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതും ആ ഒരു ചാപ്റ്ററിന്റെ ഇക്വേഷൻ ബുക്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. ആൻഡ് ഒരു ചാപ്റ്ററിന് നിങ്ങൾ എഴുതുന്ന ഇക്വേഷൻസ് ഒക്കെ മാക്സിമം 1 or 2 പേജസിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് വിത്തിൻ ഒരു 5 to 10 minutes ആ ഒരു ഹോൾ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസും ഫോർമുലാസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓടിച്ച് റിവൈസ് ചെയ്ത് പോകാൻ പറ്റിയിരിക്കണം. ഇനി ഇതുപോലെ ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിനും നിങ്ങൾ ഇക്വേഷൻ ബുക്കിൽ ഓരോ പേജ് വെച്ചിട്ട് ഇക്വേഷൻസ് എഴുതി വെക്കണം. ഇത് കൂടാണ്ട് ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും ഫോർമുലാസും ഒക്കെ നിങ്ങൾ ഇക്വേഷൻ ബുക്കിൽ എഴുതി വെക്കണം. ഇനി എന്നും രാവിലെ വായിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്തിരുന്നത്. എനിവേസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ എന്നും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 minutes ഈ ഇക്വേഷൻ ബുക്ക് നിങ്ങൾ വായിച്ചു പോകണം. എന്തായാലും ഈ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇക്വേഷൻ ബുക്ക് ഒന്നും വായിച്ചു പോകാൻ പറ്റില്ല. മേ ബി ഒരു 3-4 ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഇക്വേഷൻസ് നിങ്ങൾക്ക് ആ ഒരു അരമണിക്കൂറിനുള്ളിൽ വായിച്ചു പോകാൻ പറ്റുമായിരിക്കും. അപ്പൊ എത്രത്തോളം പറ്റുമോ അത്രയും ചാപ്റ്റേഴ്സ് ഡെയിലി വായിച്ചു പോവാം. ആൻഡ് ഒരു റൗണ്ട് ഒക്കെ കഴിഞ്ഞ് അടുത്ത റൗണ്ട് മേ ബി നിങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടിയേക്കും. കാരണം ഒരു മാസത്തോളം ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു ഇക്വേഷൻ ബുക്ക് പ്രിപ്പയർ ചെയ്ത് അത് ഡെയിലി വായിക്കുന്ന ശീലം നിങ്ങളുടെ ഫൈനൽ നീറ്റ് സ്കോറിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ ഫോർമുലാസ് ഫിസിക്സിലും ഫിസിക്കൽ കെമിസ്ട്രിയിലും ഒക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് കൂടാണ്ട് വേറെയും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഫൈനൽ നീറ്റിന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇട്ട് അല്ലെങ്കിൽ ഒരു ഫോർമുല ഇട്ട് ജസ്റ്റ് അതിന്റെ നമ്പേഴ്സ് ഒക്കെ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടേണ്ട ഒരു ചോദ്യമായിരിക്കും. മേ ബി ആ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഫോർമുല കംപ്ലീറ്റ് മറന്നുപോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് 4 മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ലൂസ് ആവാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇക്വേഷൻ ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഡെയിലി കുറച്ച് സമയം വായിച്ചു പോകാൻ പറയുന്നത്. ആൻഡ് ഐ സ്വെയർ യു, ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫൈനൽ നീറ്റിന് ജസ്റ്റ് ഇക്വേഷൻസിൽ നമ്മൾ ആ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് വാല്യൂസ് ഇട്ട് കൊടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. മിനിമം ഒരു 3-4 എണ്ണം അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു നീറ്റ് എക്സാം നിങ്ങളുടെ ഒരു MBBS എന്ന് പറയുന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഹോൾ ഹാർട്ടും മൈൻഡും നിങ്ങളുടെ എല്ലാ എനർജിയും എഫേർട്സും ഒക്കെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കുക. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ.